ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അവിടെ നിൽക്കും തോറും ഭരതന്റെ ഹൃദയത്തിൽ ക്രോധം വേലിയേറ്റം പോലെ വർദ്ധിച്ചു തുടങ്ങി. ക്രമത്തിൽ അന്ധനാവുക തന്നെ ചെയ്ത് പറഞ്ഞു, ഹേ നിഷ്ഠൂരെ, കൈകേയി, ദുഷ്ടേ, അയോധ്യ രാജ്യത്തിൽ വസിക്കുവാൻ കൂടി നിനക്ക് അർഹതയില്ല. അതിദൂരത്തിൽ പോകേണ്ടവളാണ്. കാരണം ധർമ്മത്തെ തീരെ ഉപേക്ഷിച്ച നീ ഈ നാട്ടിൽ നിൽക്കുന്നിടത്തോളം നാശം മാത്രമാണ് വരിക. മരിച്ച ആളെ സംബന്ധിച്ച് ഒരു തുള്ളി കണ്ണീർ പോലും വീഴ്ത്തരുത്. അത് ആ ജീവനെ നരകത്തിലാഴ്ത്തും. മഹാരാജാവ് അച്ഛനോ ധാർമ്മികാഗ്രഗണ്യൻ അഗ്രജനോ എന്താണ് ഉപദ്രവിച്ചത്? നീ നിമിത്തം മരണവും രാജ്യഭ്രംശവും ഒന്നിച്ചു വന്നു. ഈ വംശത്തെ തന്നെ നശിപ്പിച്ച നീ ഭ്രൂണഹത്യ ചെയ്ത ആദതായിയാണ്. നരകമല്ലാതെ ഭർത്തൃസാമീപ്യം പോലും നിനക്ക് ഒരിക്കലും സിദ്ധിക്കുകയില്ല. അത്രമാത്രം വലിയ പാപമാണ് നീ ഈ കൃത്യം കൊണ്ട് സമ്പാദിച്ചത്. സർവർക്കും ദർശനത്തിൽ തന്നെ പ്രിയമേകുന്ന ദയാസാഗരത്തെയാണ് നീ പറഞ്ഞയച്ചത്. ഏതു തരത്തിലും ഒതുങ്ങാത്ത വലിയ ഭയം എനിക്ക് നൽകി. എൻ്റെ വന്ധ്യപിതാവ് നാടുനീങ്ങി. എന്നുമെന്നും നശിക്കാത്ത കനത്ത ചീത്തപ്പേര് എനിക്ക് സമ്പാദിച്ചു വന്നു. എൻ്റെ അമ്മയുടെ രൂപത്തിൽ നിൽക്കുന്ന രാജകുതിയാർന്ന മഹാദുഷ്ടേ, ദുശ്ചരിതയായ ഭർത്തൃഘാതിനി, ഒരൊറ്റ അക്ഷരം എന്നോട് മിണ്ടിപ്പോകരുത്. വലിയമ്മയും ചെറിയമ്മയും മറ്റുള്ള എല്ലാ അമ്മമാരും വംശം നശിപ്പിച്ച നീ ഒരുത്തിയെ കൊണ്ട് കരകാണാ ദുഃഖത്തിൽ പതിച്ചു കഴിഞ്ഞു. ബുദ്ധിമാനും ധാർമ്മികാഗ്രസരനുമായ അശ്വപതി മഹാരാജാവിന് രഘുവംശം ഒടിച്ച നീ മകളല്ല, അതിഭയങ്കരിയായ രാക്ഷസിയാണ്. സത്യസന്ധനും ധർമ്മസ്വരൂപിയുമായ ശ്രീരാമചന്ദ്രനെ അരണ്യത്തിലേക്കും ആ ദുഃഖം കൊണ്ട് അച്ഛനെ അമരലോകത്തിലേക്കും പറഞ്ഞയച്ച പാപം എന്നെയും സ്പർശിക്കും. ഞാൻ എന്നും പ്രജകൾക്ക് അനിഷ്ടനായി തീർന്നു. പതിവ്രതാരത്നമായ കൗസല്യദേവയ്ക്ക് ഇത്തരത്തിലുള്ള തീരാ ദുഃഖമേകിയ നിനക്ക് നരകത്തിൽ കൂടി സ്ഥാനം കിട്ടുമോ? ബന്ധുക്കൾക്ക് മാത്രമല്ല, സകല ചരാചരങ്ങൾക്കും താങ്ങും തണലും കൗസല്യനന്ദനായ ജ്യേഷ്ഠനാണെന്ന് മനസ്സിലാക്കിയില്ലല്ലോ. സ്വന്തം ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച ഔരസപുത്രൻ അമ്മയ്ക്കും മിത്രങ്ങൾക്കും ബന്ധുക്കൾക്കും അതിപ്രിയനാണ്. ദേവന്മാർ സദാ പൂജിക്കുന്നവളും ധർമ്മമെല്ലാം അറിയുന്നവളുമായ കാമധേനു പണ്ടൊരിക്കൽ ഉച്ചവരെ പൂട്ടിയതിനാൽ തളർന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്ന 2 മക്കളെ കണ്ടു. പുത്രശോകം കാമധേനുവിൻ്റെ ഹൃദയത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. ദേവിയുടെ കണ്ണുനീർ ഇറ്റിറ്റ് ഭൂമിയിൽ പതിച്ചു. അതിസൗരഭ്യത്തോടു കൂടിയ ആ ബാഷ്പബിന്ദുക്കൾ ആ വഴിയെ പോയിരുന്ന ദേവേന്ദ്രന് ദേഹത്തിൽ വീണപ്പോൾ മേൽപോട്ട് നോക്കി വിലപിച്ച് വശം കെട്ടു നിൽക്കുന്ന കാമധേനുവിനെ കണ്ട വാസവൻ നടുങ്ങി. വജ്രപാണിയായ വാനോർ നായകൻ പരിഭ്രമിച്ച് ഓടിയടുത്ത് തൊഴുതുകൊണ്ട് ചോദിച്ചു, അമ്മേ, ദേവന്മാരിൽ ആരെങ്കിലും അവിടത്തേക്ക് ഭയമുണ്ടാക്കിയോ? ഏവർക്കും ഇഷ്ടമേകുന്ന ദേവി ഇത്രമാത്രം വ്യസനിച്ച് കണ്ണീരൊഴുക്കുവാൻ കാരണം എന്താണാവോ? അതിബുദ്ധിമാനും പരാക്രമിയുമായ ഇന്ദ്രന്റെ വാക്കുകേട്ട കാമധേനു, ശാന്തം, പാപം. മകനെ, നിങ്ങളാരും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. കഷ്ടപ്പെടുന്ന മക്കളെ കണ്ടപ്പോൾ ഉണ്ടായ ദുഃഖമാണെനിക്ക്. നോക്കൂ, മെലിഞ്ഞ് എല്ലും തൊലിയും മാത്രമായി തീർന്ന ഈ 2 കാളകളെ ഒരു കൃഷിക്കാരൻ വെയിലത്ത് പൂട്ടുന്നത്. എൻ്റെ ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചവരല്ല ഇവർ. ഇവരുടെ ഭാരം കണ്ടപ്പോൾ അടക്കാൻ കഴിയാത്ത അഴലുണ്ടായി. ആത്മജന തുല്യമായ ഈ ലോകത്തിൽ സ്നേഹത്തിന് പാത്രമായിട്ടുള്ളവരാണ് ഉള്ളത്. ലോകത്തിലെല്ലാം നിറയെ പുത്രന്മാരുണ്ടായിട്ടും സുതശോകം അനുഭവിച്ച് സ്വദേഹത്തിൽ ബാഷ്പകണങ്ങൾ വീഴത്തക്ക വിധം കരഞ്ഞ കാമധേനുവാണ് ഉത്തമോത്തമയെന്നും തനയരിൽ മീതയായി ഒരമ്മയ്ക്ക് മറ്റൊന്നുമില്ലെന്നും സുരനായകന് മനസ്സിലായി. അതുല്യചരിതയും ഏവർക്കും ഗുണം വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവളും സദ്ഗുണങ്ങളെല്ലാം ഒത്തുചേർന്നവളും എല്ലാ ഐശ്വര്യങ്ങളും തന്നിൽ തന്നെ അടങ്ങിയവളുമായ ശ്രീ കാമധേനു അനേകം പുത്രന്മാരുണ്ടായിട്ടും അതിൽ 1-2 കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ കണ്ണീരൊഴുക്കി. ഒരൊറ്റ മകൻ മാത്രമുള്ള കൗസല്യദേവിക്ക് ദുഃഖമേകിയ നിനക്ക് ഇഹത്തിലും പരത്തിലും എന്തൊരു ഗതിയാണ് കിട്ടുക? എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും സത്കീർത്തി ഉണ്ടാക്കത്തക്ക വിധം ഞാൻ ശുശ്രൂഷ ചെയ്യും. കൗസല്യാദേവിയുടെ കരുത്തനായ മകനെ കാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടയക്കും. നീ എനിക്ക് സമ്പാദിച്ചു തന്ന പാപത്തെ നശിപ്പിക്കുവാൻ മഹർഷീശ്വരന്മാരൊന്നിച്ച് ഞാൻ അവിടെ പോർക്കും. കണ്ണീർ കൊണ്ട് കണ്ഠമിതറുന്ന പ്രജകളുടെ നോട്ടം സഹിക്കുവാൻ ഉള്ള ശക്തി ഈ ഭരതനില്ല. അമ്മ എന്ന് പറയുന്ന നീ തീയിൽ ചാടുകയോ കാട്ടിലേക്ക് പോവുകയോ തൂങ്ങിച്ചാവുകയോ എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. മറ്റൊരവലംബം നിനക്കിനി ഈ ജന്മത്തിൽ ചിന്തിക്കില്ല. സത്യവിക്രമിയായ ശ്രീരാമചന്ദ്രൻ ഊഴി ഭരിക്കാൻ തുടങ്ങിയാൽ എന്നിലുള്ള പാപങ്ങളെല്ലാം അകലും. പരിശുദ്ധനാകുന്ന ഞാൻ കൃതകൃത്യനാകും. അപ്പോൾ മാത്രമേ മനസ്സുഖം എനിക്ക് ഉണ്ടാവുകയുള്ളൂ. ഉഗ്രനാഗത്തെ പോലെ ചീറുന്ന ഭരതൻ വടി, തോട്ടി എന്നിവയെ കൊണ്ട് കുഴിയിൽ വീണ ആനയെപ്പോലെ വീണ്ടും ബോധം കെട്ട് ഭൂമിയിൽ പതിച്ചു. ഉത്സവാവസാനത്തിൽ കൊടിമരം പുഴുക്കിയിട്ട പോലെ നിലത്തു പതിച്ച കുമാരൻ്റെ ആഭരണങ്ങളെല്ലാം ചിന്നിച്ചിതറി. വസ്ത്രമഴിഞ്ഞു നിശ്ചേഷ്ടനായി. ഭരതാഗമനം അറിഞ്ഞ മന്ത്രിമാർ അവിടെ എത്തി. വളരെ നേരം വേണ്ടിവന്നു കുമാരന് ബോധം തെളിയാൻ. ഏറ്റവും ധീനനായി കണ്ണീരൊഴുക്കിക്കൊണ്ട് അമ്മയെ നോക്കിയ ഭ്രാതൃഭക്തൻ മന്ത്രിമധ്യത്തിൽ വെച്ച് വീണ്ടും പറഞ്ഞു,
രാജ്യത്തെ അല്പമെങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഈ രാക്ഷസി യാതൊന്നും എന്നോട് ആലോചിച്ചിട്ടില്ല. അഭിഷേകം നിശ്ചയിച്ചതും അഗ്രജന്റെ അരണ്യഗമനവും ഞാൻ അറിഞ്ഞില്ല. ശത്രുഘ്നനും ഒന്നിച്ച് ഞാൻ കേകയത്തിൽ ആയിരുന്നുവല്ലോ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.